بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 4ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം. 7 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോദ്യങ്ങളൊക്കെ കറക്റ്റ് വായിച്ച് ഉത്തരങ്ങളും അതിൻ്റെ കൂടെ വായിച്ച് നോക്കിയിട്ട് ഓരോ ചോദ്യത്തിനും ഏറ്റവും യോജിക്കുന്ന ഉത്തരങ്ങളാണ് അവിടേക്ക് എടുത്ത് എഴുതേണ്ടത്. ആദ്യം നമുക്ക് ഓപ്ഷൻസിലൊന്ന് വായിച്ചു നോക്കാം. ശുദ്ധിയാവും, ഹറാമാണ്, കറാഹത്താകുന്നു, വാജിബാണ്, തൊഹൂറ്, വുളൂ, കുളി. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലഹരി വസ്തു ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം ഖളാ വീട്ടൽ ഡാഷ്. അതിനോട് യോജിക്കുന്ന ഇതിലേറ്റവും യോജിക്കുന്ന ഉത്തരം നമ്മളിങ്ങനെ വായിച്ചു നോക്കിയാൽ അറിയാം. വാജിബാണ്. ലഹരി വസ്തു ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം ഖളാ വീട്ടൽ വാജിബാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ? തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ്. തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ്. അപ്പോൾ അവിടെ അങ്ങനെ വായിച്ചു നോക്കിയാൽ തന്നെ വെള്ളങ്ങളുടെ പേരുകളിൽ ഒന്നേ അതിലുള്ളൂ. ഏതാണ്? തൊഹൂർ എന്നുണ്ട്. അപ്പോൾ തൊഹൂറാണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തെ ചോദ്യം, വുളൂഇൻ്റെ നെയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ ലഭിക്കും എന്ത്? വുളൂഇൻ്റെ നെയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ മുങ്ങിയാൽ എന്താണ് ലഭിക്കുക? എന്താ ലഭിക്കുക? വുളൂ ലഭിക്കും. അപ്പോൾ അവിടെ വുളൂ എന്ന ആൻസർ എഴുതാം. നാലാമത്തെ ചോദ്യം, നെയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ്. എന്താണ് അതിൻ്റെ ആൻസർ? നെയ്യത്തോടു കൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ മനസ്സിലാവും. എന്താണ്? കുളി എന്നാണ്. ഓപ്ഷൻസിൽ അവസാനത്തെ അതാ കുളി. ഇനി അഞ്ചാമത്തത്, ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ട്. ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ട് എന്താകും? നമ്മൾ ഓരോ ഓപ്ഷൻസുകൾ നോക്കിയാൽ അതിലുണ്ട് ശുദ്ധിയാവും എന്നുണ്ട് ആദ്യം തന്നെ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ, ശുദ്ധിയാവും. ആറാമത്തെ ചോദ്യം, മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഡാഷ്. അതിനോട് യോജിക്കുന്ന ഉത്തരം ഏതാ? മറ കൂടാതെ, മറൊന്നുമില്ലാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം നടത്തൽ എന്താണ്? ഹറാമാണ് എന്ന ഓപ്ഷൻസിലുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻസ് അതാ. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ, ഹറാമാണ്. ഏഴാമത്തെ ചോദ്യം, അൽ ഇസ്തിൻജാ. ഇസ്തിൻജാ എന്ന് പറഞ്ഞു. ഇസ്തിൻജായിൽ കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശുദ്ധിയാക്കൽ. അതെന്താണ്? അതിൻ്റെ വിധി എന്താണ്? നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. മൂന്നാമത്തെ ഓപ്ഷൻസ് അതാ, കറാഹത്താകുന്നു. അതാണ് അതിൻ്റെ ആൻസർ. ഇസ്തിൻജാ കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശുദ്ധിയാക്കൽ കറാഹത്താകുന്നു. ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലഹരി വസ്തു ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം ഖളാ വീട്ടൽ. അതിനോട് യോജിക്കുന്ന ഉത്തരം വാജിബാണ്. രണ്ടാമത്തെ ചോദ്യം, തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ്. അതിനോട് യോജിക്കുന്ന ഉത്തരം തൊഹൂർ. മൂന്നാമത്തെ ചോദ്യം, വുളൂഇൻ്റെ നെയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ ലഭിക്കും. അതിനോട് യോജിക്കുന്ന ഉത്തരം വുളൂ. നാലാമത്തെ ചോദ്യം, നെയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ്. അതിനോട് യോജിക്കുന്ന ഉത്തരം കുളി. അഞ്ചാമത്തെ ചോദ്യം, ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ട്. അതിനോട് യോജിക്കുന്ന ഉത്തരം ശുദ്ധിയാവും. ആറാമത്തെ ചോദ്യം, മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം. അതിനോട് യോജിക്കുന്ന ഉത്തരം ഹറാമാണ്. ഏഴാമത്തെ ചോദ്യം, ഇസ്തിൻജാ കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശുദ്ധിയാക്കൽ. അതിനോട് യോജിക്കുന്ന ഉത്തരം കറാഹത്താകുന്നു. രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. ഇവിടെ 6 ചോദ്യങ്ങളുണ്ട്. 6 ചോദ്യത്തിൽ അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം എന്താ? ഒരു തയമ്മം കൊണ്ട് ഒന്നിലധികം ഫർള് ഡാഷ്. അവിടെ എന്താ യോജിപ്പിക്കേണ്ടത്? ഒരു തയമ്മം കൊണ്ട് ഒന്നിലധികം ഫർള് നിസ്കരിക്കാവതല്ല എന്നാണ് അവിടെ ചേർക്കേണ്ടത്. ഒരു തയമ്മം കൊണ്ട് ഒന്നിലധികം ഫർള് നിസ്കരിക്കാവതല്ല. രണ്ടാമത്തെ ചോദ്യം എന്താ? വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടെല്ലാം ഡാഷ്. എന്താണ് അവിടെ യോജിപ്പിക്കേണ്ടത്? തയമ്മും ബാത്തിലാകും. വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടെല്ലാം തയമ്മും ബാത്തിലാകും. മൂന്നാമത്തെ ചോദ്യം എന്താ? ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് കറാഹത്തും പുരുഷന്മാർക്ക് ഡാഷ്. അതിൻ്റെ ആൻസർ ഉത്തമമല്ലാത്തതുമാണ്. ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് കറാഹത്തും പുരുഷന്മാർക്ക് ഉത്തമമല്ലാത്തതുമാണ്. നാലാമത്തെ ചോദ്യം, നിശ്ചിത സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം ഡാഷ്. അതിനോട് യോജിക്കുന്ന ഉത്തരം എന്താ? സ്വഹീഹ് ആകുന്നതല്ല. അതിൻ്റെ ശേഷം അവരോട് പൂരിപ്പിക്കാനുള്ളത് സ്വഹീഹ് ആകുന്നതല്ല.
നിശ്ചിത സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാകുന്നതല്ല. അഞ്ചാമത്തെ ചോദ്യം, പേടി ശക്തിയായി ഓടുന്നവൻ്റെ നിസ്കാരത്തിൽ ഖിബിലക്ക് ഡാഷ്. അവിടെ എന്താണ് ചേർക്കേണ്ടത്? മുന്നിടേണ്ടതില്ല. പേടി ശക്തിയായി ഓടുന്നവൻ്റെ നിസ്കാരത്തിൽ ഖിബിലക്ക് മുന്നിടേണ്ടതില്ല. ആറാമത്തെ ചോദ്യം, നിയ്യത്ത് ഖൽബ് കൊണ്ട് തന്നെ ആയിരിക്കണം, പറയൽ മാത്രം ഡാഷ്. അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മതിയാവുകയില്ല എന്നാണ്. നിയ്യത്ത് ഖൽബ് കൊണ്ട് തന്നെ ആയിരിക്കണം, പറയൽ മാത്രം മതിയാവുകയില്ല. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒരു തയമ്മം കൊണ്ട് ഒന്നിലധികം ഫർള് നിസ്കരിക്കാവതല്ല. 2, വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടെല്ലാം തയമ്മും ബാത്തിലാകും. 3, ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് കറാഹത്തും പുരുഷന്മാർക്ക് ഉത്തമമല്ലാത്തതുമാണ്. 4ാമത്തെ ചോദ്യം, നിശ്ചിത സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹ് ആകുന്നതല്ല. 5ാമത്തെ ചോദ്യം, പേടി ശക്തിയായി ഓടുന്നവൻ്റെ നിസ്കാരത്തിൽ ഖിബിലക്ക് മുന്നിടേണ്ടതില്ല. 6ാമത്തെ ചോദ്യം, നിയ്യത്ത് ഖൽബ് കൊണ്ട് തന്നെ ആയിരിക്കണം, പറയൽ മാത്രം മതിയാവുകയില്ല. ഇനി 3ാമത്തെ ആക്ടിവിറ്റി 2 എണ്ണം വീതം എഴുതാം. 4 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും ഈ 2 ഉത്തരങ്ങൾ എഴുതി കൊടുക്കണം. പുസ്തകത്തിൽ നമ്മൾ അതിനേക്കാൾ കൂടുതലുണ്ടാകും. അതൊക്കെ പഠിക്കുക. ഇവിടെ എഴുതാനുള്ളത് 2 എണ്ണമാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എത്ര ചോദിക്കാമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ 1ാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ. നമ്മൾ 12ാമത്തെ പാഠം മക്രൂഹാത്ത് സ്വലാത്ത് എന്നുള്ള പാഠത്തിൽ നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അന്ന് നോക്കുക. 1, വലതുഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ മുഖം മാത്രം തിരിച്ചു നോക്കൽ. 2, ആകാശത്തേക്കോ മറ്റു ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്കോ നോക്കൽ. 3, മുൻഭാഗത്തേക്കോ വലതു ഭാഗത്തേക്കോ തുപ്പൽ. 4, തലയോ ചുമലോ തുറന്നിടുക. 5, കാഷ്ടിക്കാനോ മൂത്രം ഒഴിക്കാനോ കീഴ്വായി പുറത്തുവിടാനോ മുട്ടിക്കൊണ്ട് നിസ്കരിക്കുക. 6ാമത്തത് മക്ബറ, വീടിനകത്തെ ഇടനാഴി എന്നിവയിൽ വെച്ച് നിസ്കരിക്കുക. ഇങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ നിസ്കാരത്തിലെ കറാഹത്തുകളായിട്ട് നമ്മൾ ആ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും അതിൽ 2 എണ്ണമാണ് എഴുതാനുള്ളത്. ഇനി 2ാമത്തെ ചോദ്യം എന്താ? അബ്ആദ് സുന്നത്തുകൾ. നമ്മൾ അബ്ആദ് സുന്നത്തുകൾ ഒരു 7 എണ്ണം പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതി കൊടുക്കാനുള്ളത്. നമുക്കതൊന്ന് നോക്കി നോക്കാം. നമ്മൾ 13ാമത്തെ പാഠം സുജൂദ് സഹ്വ് എന്നുള്ള പാഠത്തിൽ അബ്ആദ് സുന്നത്തുകൾ പറയുന്നുണ്ട്. 1ാമത്തെ തശഹുദ്, അതിനുശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, അവക്ക് വേണ്ടിയുള്ള ഇരുത്തം, കുനൂത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചൊല്ലൽ, പിന്നെ അവക്ക് വേണ്ടി നിൽക്കുക, ഒടുവിലെ തശഹുദിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഇതൊക്കെ അബ്ആദ് സുന്നത്തുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത്. ഇനി 3ാമത്തെ ചോദ്യം, ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവാനുള്ള ഷർത്തുകൾ. ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവാനുള്ള ഷർത്തുകളിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ്. നമ്മൾ പാഠം 16 സ്വലാത്തുൽ ജമാഅ എന്നുള്ള പാഠത്തിൽ ഒരു 9 ഷർത്തുകൾ പഠിക്കുന്നുണ്ട്. ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവാനുള്ള ഷർത്തുകൾ ഒന്ന് നോക്കാം. 1, ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് കരുതൽ. 2, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കൽ. 3, മഅ്മൂം ഇമാമിനേക്കാൾ മടമ്പ് കാലുകൊണ്ട് മുൻകടക്കാതിരിക്കൽ. 4, ഫീലിയായ 2 പൂർണ്ണ ഫർള് കൊണ്ട് കാരണമില്ലാതെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പിന്താതിരിക്കൽ. 5, ഫീലിയായ പൂർണ്ണമായ 2 ഫർള് കൊണ്ട് ഇമാമിനേക്കാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുൻകടക്കാതിരിക്കൽ. 6ാമത്തത് ഇമാമിൻ്റെ ചലനങ്ങൾ മഅ്മൂമ് അറിയൽ. 7, മഅ്മൂമിൻ്റെ ധാരണപ്രകാരം ഇമാമിൻ്റെ നിസ്കാരം സ്വഹീഹായിരിക്കൽ. 8, കാരണമുണ്ടെങ്കിൽ തന്നെ ഫീലിയായ 3 ദീർഘഫർളുകളേക്കാൾ അധികം കൊണ്ട് ഇമാമിനെ വിട്ട് പിന്താതിരിക്കൽ. 9ാമത്തത് സഹ്വിൻ്റെ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ്, 1ാമത്തെ തഹിയാത്ത് എന്നിവ മഅ്മൂം ചെയ്യുമ്പോൾ അതിനോട് വിയോജിപ്പുണ്ടാകാതിരിക്കൽ. ഇങ്ങനെ 9 ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവാനുള്ള ഷർത്തുകൾ 9 എണ്ണം നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം ഇവിടെ എഴുതിയാൽ മതി. ഇനി 4ാമത്തെ ചോദ്യം, ജുമുഅക്കും ജമാഅത്തിനുമുള്ള ഉദ്റുകൾ. അഥവാ ജുമയും ജമാഅത്തൊക്കെ ഒഴിവാക്കാനുള്ള കാരണങ്ങളായിട്ട് എന്തൊക്കെയാണുള്ളത്, അതിന് 2 എണ്ണം എഴുതി കൊടുക്കാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജുമുഅക്കും ജമാഅത്തിനുമുള്ള ഉദ്റുകളിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം നമുക്ക് പാഠം 17 സ്വലാത്തുൽ ജുമുഅ എന്നുള്ള പാഠത്തിലെ അവസാന ഭാഗത്ത് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. രോഗം, മഴ, ശുശ്രൂഷിക്കാൻ മറ്റാരുമില്ലാത്ത രോഗിയെ ശുശ്രൂഷിക്കൽ, അടുത്ത ബന്ധുവിൻ്റെ മരണം ആസന്നമായിരിക്കൽ മുതലായവ ജുമുഅക്കും ജമാഅത്തിനും ഉദറാകുന്നു.
അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ എഴുതിയാൽ മതി. ഉത്തരങ്ങളൊന്നുകൂടി വായിക്കുന്നുണ്ട്. നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ: വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ മുഖം മാത്രം തിരിഞ്ഞു നോക്കൽ, ആകാശത്തേക്കോ മറ്റോ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്കോ നോക്കൽ. രണ്ടാമത്തേത് അബ്ആദ് സുന്നത്തുകൾ. അതിൻ്റെ ഉത്തരം ഒന്നാമത്തെ തശഹുദ്. 2 ഒന്നാമത്തെ തശഹുദിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. മൂന്നാമത്തെ ചോദ്യം ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവാനുള്ള ഷർത്തുകൾ: 1 ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് കരുതൽ, 2 ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കൽ. നാലാമത്തെ ചോദ്യം ജുമുഅക്കും ജമാഅത്തിനുമുള്ള ഉദറുകൾ: രോഗം, മഴ. നാലാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം. ഇവിടെ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വേർതിരിച്ച് എഴുതാനുള്ള ചോദ്യങ്ങൾ 4 ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ജുമുഅയുടെ സുന്നത്തുകളുണ്ട്, അതേപോലെ തന്നെ ജുമുഅ ഖുതുബയുടെ ഷർത്തുകളുണ്ട്, ജുമുഅ ഖുതുബയുടെ ഫർളുകളുണ്ട്, മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകളുണ്ട്. നമുക്ക് ബോക്സിലുള്ള ഓപ്ഷൻസുകളൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഏകദേശം ഏതൊക്കെയെന്നുള്ളൊരു ധാരണ കിട്ടും. 4 തക്ബീർ ചൊല്ലൽ, പിന്നെ 2ാം തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, പിന്നെ അറബി ഭാഷയിലായിരിക്കുക, അള്ളാഹുവിനെ സ്തുതിക്കുക, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക, ഖതീബ് പുരുഷനായിരിക്കുക, സൂറത്തുൽ കഹ്ഫ് ഓതുക, വെള്ള വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം ജുമുഅയുടെ സുന്നത്തുകളാണ്. ജുമുഅ അഥവാ വെള്ളിയാഴ്ച ജുമുഅയുടെ സുന്നത്തുകൾ. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് അതിൽ ലഭിക്കും. അതിൽ അവസാനത്തെ വരിയിൽ 2-3 നോക്കൂ. സൂറത്തുൽ കഹ്ഫ് ഓതുക, അത് വെള്ളിയാഴ്ച ചെയ്യൽ സുന്നത്തുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതവിടെ എഴുതാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളത് വെള്ള വസ്ത്രം ധരിക്കുക. അപ്പോൾ അതും നമുക്ക് എഴുതാം, വെള്ള വസ്ത്രം ധരിക്കുക, അത് ജുമുഅയുടെ സുന്നത്താണ്. പിന്നെ അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക, ഇതും ജുമുഅയുടെ സുന്നത്താണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. സൂറത്തുൽ കഹ്ഫ് ഓതുക, വെള്ള വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. ഇനി 2ാമത്തെ ചോദ്യം തരുന്നു ജുമുഅ ഖുതുബയുടെ ഷർത്തുകളാണ്. ജുമുഅ ഖുതുബയുടെ ഷർത്തുകൾ. പിന്നെ 3ാമത്തേത് ജുമുഅയുടെ ഖുതുബയുടെ ഫർളുകളാണ്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ ജുമുഅ ഖുതുബയുടെ ഷർത്തുകൾ ഏതൊക്കെയാണ് അങ്ങനെ വായിച്ചു നോക്കിയാൽ 2ാമത്തെ വരിയിൽ അത് അറബി ഭാഷയിലായിരിക്കുക, അത് ജുമുഅ ഖുതുബൻ്റെ ഷർത്താണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ചിങ്ങോട്ട് വായിച്ചു നോക്കിയാൽ കുറച്ച് അവസാന ഭാഗത്ത് ഖതീബ് പുരുഷനായിരിക്കുക, അത് രണ്ടും ജുമുഅ ഖുതുബയുടെ ഷർത്താണ്. അപ്പോൾ അത് രണ്ടും അവിടെ എഴുതാം. ഇനി 3ാമത്തെ ജുമുഅ ഖുതുബയുടെ ഫർളുകളാണ്. അഥവാ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫർളുകളൊക്കെ അതിലുണ്ടാവുക. നിസ്കാരത്തിൻ്റെ ഫർളുകളാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള സംഭവങ്ങളാണ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് തന്നെ ഓക്കെ ആവേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഏതാണ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിലത് 2ാമത്തെ വരിയിൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അതാണ് ജുമുഅ ഖുതുബയുടെ ഫർളുകളിൽ 1ാമത്തത്. പിന്നെ അതിൻ്റെ കൂടെ ഒന്നും കൂടി പറയുന്നു തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക, അതാണ് 2ാമതായിട്ട് ജുമുഅ ഖുതുബയുടെ ഫർളുകളിലുള്ളത്. അള്ളാഹുവിനെ സ്തുതിക്കുക, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. ഇനി 4ാമത്തെ ചോദ്യം എന്താ? മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകൾ. മയ്യിത്ത് നിസ്കാരം നമുക്കറിയാലോ, റുക്കുവും സുജൂദൊന്നും ഇല്ലാത്ത നിസ്കാരമാണ്. അപ്പോൾ അത് 4 തക്ബീറാണ് ഉണ്ടാവുക. ഓരോ തക്ബീറിൻ്റെ ശേഷം എന്താണ് ചെല്ലേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകൾ ഇവിടെ ആദ്യം തന്നെ അത് കൊടുത്തുക്കുന്നു, 4 തക്ബീർ ചൊല്ലൽ, അതാണ് 1ാമതായിട്ട് എഴുതേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ അപ്പുറത്തത് 2ാം തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, അതാണ് അവിടെ 2ാമതായിട്ട് എഴുതേണ്ടത്. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകൾ 4 തക്ബീർ ചൊല്ലൽ, 2ാം തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1ാമത്തെ ചോദ്യം ജുമുഅയുടെ സുന്നത്തുകൾ: 1 സൂറത്തുൽ കഹ്ഫ് ഓതുക, 2 വെള്ള വസ്ത്രം ധരിക്കുക, 3 സുഗന്ധം ഉപയോഗിക്കുക. 2ാമത്തെ ചോദ്യം ജുമുഅ ഖുതുബയുടെ ഷർത്തുകൾ: 1 അറബി ഭാഷയിലായിരിക്കുക, 2 ഖതീബ് പുരുഷനായിരിക്കുക, 3 ജുമുഅ ഖുതുബയുടെ ഫർളുകൾ. അതിൻ്റെ ഉത്തരം 1 അള്ളാഹുവിനെ സ്തുതിക്കുക, 2 തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. 4ാമത്തെ ചോദ്യം മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകൾ: 1 4 തക്ബീർ ചൊല്ലൽ, 2 2ാം തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. 5ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. 3 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി അതിൻ്റെ കൃത്യമായ ആൻസർ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. 1ാമത്തെ ചോദ്യം നിസ്കാരത്തിൽ തുടരൽ കറാഹത്താണ് ആരോട്? തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ് ആരോട് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഫാസിഖിനോടും മുബ്തദിഇനോടും. ഫാസിഖിനോടും മുബ്തദിഇനോടും. 2ാമത്തെ ചോദ്യം വിത്റിൻ്റെ അവസാനത്തെ 3 റക്അത്തുകളിൽ ഓതേണ്ട സൂറത്തുകൾ ഏവ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വിത്ർ നിസ്കാരം നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്തുകൾ, എത്ര നിസ്കരിക്കുകയാണെങ്കിലും അവസാനത്തെ 3 റക്അത്തുകൾ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെ എന്നുള്ളത് പറയുന്നുണ്ട്. 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല, 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 3ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും.
ഇനി മൂന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ അല്ലാതെ വലതുഭാഗത്തേക്ക് തുപ്പുന്നതിൻ്റെ വിധി എന്ത്? നിസ്കാരത്തിൽ വലതുഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണ്, നമ്മൾ പഠിച്ചതാണ്. ഇനി നിസ്കാരത്തിൽ അല്ലെങ്കിൽ വലതുഭാഗത്തേക്ക് തുപ്പുന്നതിൻ്റെ വിധി എന്താണ്? നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും വലതുഭാഗത്തേക്ക് തുപ്പുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്ത് എന്നാണ്. ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. നിസ്കാരത്തിൽ തുടരൽ കറാഹത്താണ് ആരോട്? ഉത്തരം ഫാസിഖിനോടും മുബ്തദിഇനോടും. രണ്ടാമത്തെ ചോദ്യം, വിത്തറിൻ്റെ അവസാനത്തെ 3 റക്അത്തുകളിൽ ഓതേണ്ട സൂറത്തുകൾ ഏവ? അതിൻ്റെ ഉത്തരം, അതിൻ്റെ ആൻസർ, ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും. മൂന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ അല്ലാതെ വലതുഭാഗത്തേക്ക് തുപ്പുന്നതിൻ്റെ വിധി എന്ത്? അതിൻ്റെ ആൻസർ കറാഹത്ത്. ഇനി ആറാമത്തെ ആക്ടിവിറ്റി, അർത്ഥം എഴുതാം. ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുള്ളൂ. എന്താണ് ചോദ്യം? വനഖ്ഹി മിനൽ ഖത്തായ കമാ യുനഖ്ഖ സൗബുൽ അബിയദു മിനദ് ദനസ്. നമ്മൾ മയ്യത്ത് നിസ്കാരത്തിൽ 3ാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമല്ലോ, അതിലുള്ളൊരു വാചകമാണത്. വനഖ്ഹി മിനൽ ഖത്തായ കമാ യുനഖ്ഖ സൗബുൽ അബിയദു മിനദ് ദനസ്. എന്താണ് അതിൻ്റെ അർത്ഥം? വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് പോലെ പാപങ്ങളിൽ നിന്ന് ഈ മയ്യത്തിനെ നീ ശുദ്ധിയാക്കണമേ. ഉത്തരം ഒന്നും കൂടി പറയുന്നു, അർത്ഥം എഴുതാനാണ്. വനഖ്ഹി മിനൽ ഖത്തായ കമാ യുനഖ്ഖ സൗബുൽ അബിയദു മിനദ് ദനസ്. അതിൻ്റെ അർത്ഥം, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് പോലെ പാപങ്ങളിൽ നിന്ന് ഈ മയ്യത്തിനെ നീ ശുദ്ധിയാക്കണമേ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.